ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു അളവ് പാൻറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു പാൻറ്റ് തയ്ച്ചെടുക്കാമെന്ന് നോക്കാം. സിമ്പിൾ പാൻറ്റാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇത് ഓപ്പൺ സൈഡാണ് ഈ സൈഡിലുള്ളത്. എൻ്റെ അടുത്തിരിക്കുന്നത് ഫോൾഡഡ് സൈഡ്. 4 പീസ് ഉണ്ടാവും. 2 പീസ് ഫോൾഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ പാൻറ്റ് ഇതുപോലെ വെക്കുക. ക്രോച്ച് ഭാഗം നമ്മുടെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് വെക്കുക. ഓപ്പൺ സൈഡിലേക്ക് ആക്കുന്ന രൂപത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ മുകളിൽ 2 ഇഞ്ച് അളവെടുത്തിട്ട് 2 ഇഞ്ചിൽ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. നമുക്ക് ഇലാസ്റ്റിക് വെക്കാനുള്ള ഒരളവാണ് കേട്ടോ അത്. അപ്പോൾ 2 ഇഞ്ച് എടുത്തിട്ട് അവിടെ ഒരു ലൈൻ വരയ്ക്കുക പോലെ. അപ്പോൾ നിങ്ങളൊക്കെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ലൈനുമെന്നാണ് പിന്നെ നമ്മുടെ പാൻറ്റ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. താഴോട്ട് ആ ലൈനുമെന്നാണ് പാൻറ്റ് വെച്ച് കൊടുക്കുക. അതുപോലെ എന്നിട്ട് ആദ്യം ക്രോച്ച് അടയാളപ്പെടുത്തുക. ക്രോച്ചിൻ്റെ ആ ഭാഗം അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ താഴെ നമുക്ക് എത്രയാണ് അതിൻ്റെ വലിപ്പം എത്രയാണെന്ന് വെച്ചാൽ അതും ഒരു ലൈൻ ഇട്ടുകൊണ്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് താഴേക്ക് നമുക്ക് എത്രയാണോ തയ്യൽ തുമ്പ് വേണ്ടത് അത്ര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് തയ്യൽ തുമ്പും എടുത്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് ആ ക്രോച്ച് ആ പാൻറ്റിൻ്റെ അതേ അളവ് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ താഴെ വരെ വരച്ചെടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് നല്ല രീതിക്ക് വരച്ചെടുക്കുക. പാൻറ്റ് മാറ്റി കൊടുക്കുക. ഇനി ആ അളവിനനുസരിച്ച് നന്നായിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക. അപ്പോൾ ആദ്യമായിട്ട് തയ്ക്കണവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഇതാണ് ഇക്കാരം സുഖം. നമുക്ക് അളവൊക്കെ വരച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു പാൻറ്റ് വെച്ചിട്ട് സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാം ഇങ്ങനെ ആകുമ്പോൾ. പിന്നെ നമ്മുടെ ആ ലൈനിൽ വന്ന് നമുക്ക് 1.5 ഇഞ്ച് എത്രയാണോ നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കാൻ കരുതിയിട്ടുള്ളത് വെച്ചാൽ അത്ര കൊടുക്കുക. ഞാൻ 1.5 ഇഞ്ച് ഇട്ടിട്ട് ഫുള്ളായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. താഴെ വരെ നമുക്ക് ആ 1.5 ഇഞ്ചിൽ അളന്നിട്ട് വരച്ചെടുക്കുക. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല ലൈനൊക്കെ വരക്കണത്. ഇതുപോലെ വരച്ചെടുക്കുക. എന്നിട്ട് ആ ക്രോച്ചിൻ്റെ ഭാഗത്ത് നേരെ മുകളിലോട്ട് നമ്മുടെ ആ ഭാഗത്തേക്ക് മുകളിലോട്ട് സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ വരക്കുക. എന്താ വളയാതെ നല്ല സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക. നേരെ മുകളിലോട്ട് ഫുള്ളായിട്ട് ഒരു ലൈൻ വരക്കുക. എന്നിട്ട് അവിടെ നിന്നാണ് നമുക്ക് ക്രോച്ച് അവിടെ കർവ് ചെയ്ത് വരയ്ക്കേണ്ടത്. നമ്മൾ ആ 1.5 ഇഞ്ചിക്ക് തട്ടിച്ചിട്ട് വരക്കുക. ഒരു ലൈനാക്കിയിട്ട് വരക്കുക. എന്നിട്ട് അവിടെ നമുക്ക് കർവ് ചെയ്യാം. ഇതുപോലെ കർവ് ചെയ്ത് വരക്കുക. അപ്പോൾ നമ്മുടെ വരക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ വരച്ച അതേ രൂപത്തിൽ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഫുള്ള് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ മുഴുവൻ കട്ട് ചെയ്ത ശേഷം നമുക്ക് ഒറ്റ കട്ടിങ്ങേ ഉള്ളൂ കേട്ടോ. ഈ ഒരൊറ്റ കട്ടിങ്ങിൽ നമുക്ക് എല്ലാം കഴിയുന്നതാണ്. പിന്നെ തയ്ക്കാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ എത്രയാണോ എടുത്ത അതേ അളവിനാണ് കട്ട് ചെയ്തെടുത്താൽ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും പറയാം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെയുള്ള വീഡിയോസൊക്കെ വീണ്ടും കാണുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണേ. അപ്പോൾ ഞാൻ വിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക്
കട്ടിങ് കഴിഞ്ഞ് ഇത് ഒന്ന് നിവർത്തി വെക്കട്ടോ. നിവർത്തുമ്പോൾ ഇതുപോലെ കിട്ടും. ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് 2 ഭാഗം ക്രോച്ച് ഭാഗങ്ങൾ കൂട്ടിയിട്ട് തയ്ച്ചെടുക്കുക. ഇതുപോലെ അവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ചെടുക്കുക. 2 സൈഡ് ഇതുപോലെ തയ്ച്ചെടുക്കുക. നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്താൽ കേട്ടോ. ക്രോച്ചിൻ്റെ ഭാഗമൊക്കെ അല്ലെങ്കിൽ ഏത് ഇതാവണമെങ്കിൽ നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. അതായിരിക്കും നല്ലത്. ഇതപ്പോൾ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഇങ്ങനെ നിവർത്താം. ഇങ്ങനെ നിവർത്തുമ്പോൾ എന്തായാലും നമ്മുടെ പാൻറ്റിൻ്റെ രൂപമായില്ലേ. അപ്പോൾ പാൻറ്റിൻ്റെ രൂപത്തിൽ വന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗം മടക്കി തയ്ക്കുക. നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പിട്ടത് അതിനനുസരിച്ച് നമ്മൾ മടക്കി തയ്ക്കുക. ഞാൻ 2 ഇഞ്ച് ഇട്ട്, അപ്പോൾ ഓരോ ഇഞ്ചിലും മടക്കിയിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുക. 2 ഭാഗവും തയ്ച്ചെടുക്കുക. അപ്പോൾ താഴെ ഭാഗം തയ്ച്ചെടുത്തിട്ടുണ്ട്, തയ്ച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുകൾ ഭാഗത്ത് എലാസ്റ്റിക്കിന് വേണ്ടിയിട്ടുള്ള ഭാഗം, ബാൻഡ് വെക്കാനുള്ള ഭാഗം നമുക്ക് മടക്കി തയ്ക്കാം. അപ്പോൾ ആദ്യം ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് പിന്നെ നമ്മൾ ആ വരച്ച ഭാഗം കവർ ചെയ്യുന്ന രൂപത്തിൽ വേണം നമുക്ക് എലാസ്റ്റിക്കിന് പാകത്തിന് വരച്ചെടുക്കാം. ഞാൻ 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പാകത്തിനായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് തയ്ക്കരുത് കേട്ടോ. ഒരു ഗ്യാപ്പ് ഇടണം. നമുക്ക് എലാസ്റ്റിക് കയറ്റി കൊടുക്കാനുള്ളൊരു ഗ്യാപ്പ് ഇടണം. ബാക്കി ഫുള്ള് കെട്ടിട്ടിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ഇതുപോലെ. അതുപോലെ ഞാൻ ഇവിടെ നമ്മുടെ ഈ ഭാഗം ഒന്ന് തയ്ച്ചെടുക്കാണ്ട് കേട്ടോ. അത് പറയാൻ വിട്ടുപോയതാണ്. ഈ ഭാഗം നന്നായിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ ഈ ക്രോച്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ഒരു 1/2 ഇഞ്ചൊക്കെ തയ്യൽ തുമ്പ് കൊടുത്താൽ മതിയാവും. ബാക്കിയുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരിക. ക്രോച്ചിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ട് ഒരു 1/2 ഇഞ്ച് മതിയാവും. പിന്നെ അവിടുന്ന് അതുപോലെ നേരെ തിരിച്ചു കൊടുക്കുക. അപ്പോൾ 2 ഡബിൾ സ്റ്റിച്ച് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി എലാസ്റ്റിക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ആ ഗ്യാപ്പിലിട്ട്. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ അളവ് എങ്ങനെയാണെന്ന് നോക്കുക, എത്ര എടുക്കുക എന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇലാസ്റ്റിക് എടുക്കാനുള്ളതാണ്. ഞാൻ നമ്മുടെ അളവ് പാൻറ് നിവർത്തി വെക്കുക. നിവർത്തി വെച്ചിട്ട് ഇലാസ്റ്റിക് എടുത്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ ഡബിൾ എടുക്കുക. അതിൻ്റെ ഡബിൾ എടുത്തിട്ട് പിന്നെ ഒരു ഇഞ്ച് 1/2 ഇഞ്ച് നമുക്ക് കൂടുതലായിട്ട് ഇട്ടുക. തയ്യൽ തുമ്പിന് വേണ്ടി പോകുന്നതാണ്. ഒരു 1/2 ഇഞ്ച് നമുക്ക് കൂട്ടിയെടുക്കാം. അങ്ങനെ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ഒരു മുട്ടുപിന്ന് എടുത്തിട്ട് ഈ ഹോളിൻ്റെ ഉള്ളിലൂടെ ആക്കിയിട്ട് ഫുള്ളായിട്ട് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കുക. ഇതുപോലെ ഫുള്ളായിട്ട് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് ഫുള്ള് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഭാഗം കൂട്ടി തയ്ക്കാം. ഈ ഭാഗം ഒന്ന് കൂട്ടി തയ്ക്കാനുണ്ട്. നന്നായിട്ട് കെട്ടിയിട്ടിട്ട് തയ്ക്കുക. ഇതുപോലെ നന്നായി കെട്ടിയിട്ടിട്ട് തന്നെ തയ്ക്കുക. അപ്പോൾ ഇനി അതിൻ്റെ ഈ ഭാഗത്ത് പോലെ ഇങ്ങനെ തെറിച്ച് നിൽക്കില്ല. അപ്പോൾ അതൊരു നമുക്കൊരു ബുദ്ധിമുട്ടായിക്കാരം അങ്ങനെ തള്ളി ഇങ്ങനെ നിൽക്കുമ്പോൾ. അപ്പോൾ ആ ഭാഗത്ത് പോലെ നമുക്ക് നിവർത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. അതാകുമ്പോൾ പിന്നെ നല്ല ലെവലായിട്ട് കിടന്നോളും. അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുക്കുക.
രണ്ട് സൈഡ് ഫുള്ളായിട്ട് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് തയ്ച്ചെടുക്കുക. ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഉള്ളിലേക്കാക്കി വെക്കാം. നന്നായിട്ട് വലിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഞൊറിവ് ഒരുപോലെ വരുന്ന രീതിക്ക് നന്നായിട്ട് വലിച്ചു കൊടുക്കുക. വലിച്ച് നന്നാക്കുക. എല്ലാ സൈഡിലും ഒരുപോലെ വരുന്ന രൂപത്തിൽ ഇതുപോലെ. ഇപ്പോൾ ഏകദേശം എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ നമ്മൾ ആ ഓപ്പണാക്കി വെച്ചിട്ടുള്ളൊരു ഭാഗം ഉണ്ടല്ലോ, ഇലാസ്റ്റിക് ഇട്ടിട്ടുള്ള ആ ഭാഗം ഒന്ന് ഇതുപോലെ ഈ ഭാഗം ഇലാസ്റ്റിക്കിൽ തട്ടാതെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇലാസ്റ്റിക്കിൽ തട്ടാൻ പാടില്ല കേട്ടോ. ഇലാസ്റ്റിക്കിൽ തട്ടാതെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കെട്ടിട്ടിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഈ എലാസ്റ്റിക്കിൽ തട്ടിയിട്ട് അതിൻ്റെ സെൻറ്റർ കൂടി ഒന്ന് വലിച്ച് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒരൊറ്റ സ്റ്റിച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് അതുപോലെ ചെയ്തെടുക്കുക. ഇതപ്പോൾ ഞാൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാൻറ്റ് ഫുള്ളായിട്ട് തയ്ച്ച് കഴിഞ്ഞ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാൻറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.